ഹായ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്നത്തെ കംപ്ലൈന്റ്, കസ്റ്റമർ കംപ്ലൈന്റ്, വണ്ടി ഓടിക്കുന്ന സമയത്ത് പെട്ടെന്ന് AC കൂളിംഗ് പോയി, പിന്നെ പവർ സ്റ്റിയറിംഗ് ടൈറ്റ് ആയി. അതാണ് കസ്റ്റമർ കംപ്ലൈന്റ്. വണ്ടി വന്ന് കസ്റ്റമർ ഓഫ് ചെയ്ത് നമ്മൾ വണ്ടി ചെക്ക് ചെയ്യുന്ന സമയത്ത് വണ്ടി പിന്നെ സ്റ്റാർട്ട് ആവുന്നില്ല. നോക്കിയപ്പോ ബാറ്ററിന്റെ വോൾട്ടില്ല. അങ്ങനെ ജമ്പ് ചെയ്ത് വണ്ടി സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ വണ്ടീന്റെ കംപ്ലൈന്റ് എന്താ വെച്ച് കഴിഞ്ഞാല് ബാറ്ററിക്ക് ചാർജ് കയറുന്നില്ല. ബാറ്ററി ചാർജ് ഫുള്ളായിട്ട് ഡ്രൈനായി പോയതുകൊണ്ടാണ്, തീർന്നു പോകുന്നതുകൊണ്ടാണ് ആ AC കട്ടായത്, പിന്നെ സ്റ്റിയറിംഗ് ടൈറ്റ് ആയത് കേട്ടോ. അപ്പൊ കസ്റ്റമറുടെ കംപ്ലൈന്റ് ഇതായിരുന്നു. പക്ഷെ വണ്ടിന്റെ ഒറിജിനൽ കംപ്ലൈന്റ് ബാറ്ററി ചാർജ് ആണല്ലോ, ഓൾട്ടർനേറ്റ് കംപ്ലൈന്റ് ആണ്. അതാണ് കംപ്ലൈന്റ്. ടൊയോട്ട എത്തിയോസ് ആണ് കേട്ടോ. ബാറ്ററി ലൈറ്റ് കത്തിയിട്ടുണ്ടായിരുന്നു, പക്ഷെ കസ്റ്റമർ ആ ലൈറ്റ് കണ്ടിട്ടില്ല, ബാറ്ററി വാണിംഗ് ലൈറ്റ് കണ്ടിട്ടില്ല. ബാറ്ററിക്ക് ചാർജ് വരുന്നില്ല, അതുകൊണ്ടാണ് ഈ കംപ്ലൈന്റ് വന്നത്. അപ്പൊ കംപ്ലൈന്റ് വരാനുള്ള കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഓൾട്ടർനേറ്റ് കംപ്ലൈന്റ് ആണ്. ഓൾട്ടർനേറ്റിന്റെ ബ്രഷ് തീർന്നതാണ് ഞാൻ കാണിച്ചു തരാം. അപ്പൊ ഇതാണ് എത്തിയസിന്റെ ഓൾട്ടർനേറ്റിന്റെ ബ്രഷിന്റെ അസംബ്ലി കേട്ടോ. റെഗുലേറ്റർ അസംബ്ലി ഇതാണ്. ഈ ഒരു സാധനം മാറ്റി കഴിഞ്ഞാൽ അത് റെഡിയാവും. അപ്പൊ എത്തിയോസിന്റെ ഒക്കെ നമുക്ക് ഓൾട്ടർനേറ്റ് അയച്ചിട്ട് ഇത് മാറാം, നല്ല സുഖം കേട്ടോ. ഇത് 3 ബോൾട്ടും കാര്യങ്ങളും. ഇത് ഇന്നോവേന്റെ ആണ്. ഇതായാലും സിമ്പിളാണ്, ഇതിനെക്കാട്ടിലും സിമ്പിളാണ്. അല്ല, രണ്ടും ഒരേപോലെയാണ്. ഇതിന് സ്ക്രൂ ആണ്, 2 സ്ക്രൂ ആണ്. രണ്ടിലും 3 സ്ക്രൂ ഉണ്ട്. ഇതിനൊരു 3 7ന്റെ ബോൾട്ട് ഉണ്ട്. ഈ 3 7ന്റെ ബോൾട്ട് വെച്ചിട്ട് നേരെ മാറ്റണം, ഫിറ്റ് ചെയ്യണം. അത്രേ ഉള്ളൂ കേട്ടോ. അപ്പൊ നമ്മൾ ഓൾട്ടർനേറ്റ് അയച്ച വീഡിയോ ഒന്നുമില്ല, ജസ്റ്റ് ഓൾട്ടർനേറ്റ് വണ്ടിയിൽ അയച്ച വീഡിയോ ഒന്നുമില്ല. അത് നമുക്ക് വേറെ സെപ്പറേറ്റ് ചെയ്യാം കേട്ടോ. നമ്മൾ ഓൾട്ടർനേറ്റ് അയച്ചതിന്റെ ബാക്കിലെ കേസിന്റെ ബാക്കിൽ 2 നെറ്റ് ഉണ്ടായിരിക്കും. ആ നെറ്റ് അയച്ച് അതിന്റെ മുകളിലത്തെ പ്ലാസ്റ്റിക്കിന്റെ കേസ് മാറ്റി കഴിഞ്ഞാൽ ഈ സാധനം അവിടെ കാണാം. അപ്പം തന്നെ ഇവിടെ 7ന്റെ ബോൾട്ട് ഉണ്ടായിരിക്കും, 3 ബോൾട്ട് ഉണ്ടായിരിക്കും. 3 ബോൾട്ട് കഴിക്കാൻ നേരെ പൊക്കിയെടുക്കുക. ഇത് തിരിച്ച് ഫിറ്റ് ചെയ്യുമ്പോൾ പുതിയത് ഫിറ്റ് ചെയ്യുമ്പോൾ ഈ സാധനം ഉണ്ടാകും. ഇതാണ് ഇതിന്റെ ലോക്ക്. ഈ ബ്രഷ് നമുക്ക് സാധാരണ ബ്രഷ് കൈകൊണ്ട് പ്രസ് ചെയ്താൽ ഒരു ബോക്സ് വെച്ച് ഇടാൻ പറ്റും. പക്ഷെ ഇത് നമുക്ക് ഇതിന്റെ ഉള്ളിലായതുകൊണ്ട് കൈകൊണ്ട് കാര്യങ്ങൾ പ്രസ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ അത് വരുന്ന സമയത്തിന് ഇത് ബാക്കിലേക്കായിരിക്കും ഈ ഒരു ബ്രഷിന്റെ മുകളിലേക്ക് കയറിയിരിക്കും. അപ്പൊ ബ്രഷ് ഉള്ളിലേക്ക് ഇറങ്ങിയിരിക്കുക. അപ്പൊ നമുക്ക് ജസ്റ്റ് വെച്ചെടുത്ത് ടൈറ്റ് ചെയ്ത് നേരെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ബ്രഷ് നേരെ ഉള്ളിലേക്ക് തള്ളി നിൽക്കും. അങ്ങനെയാണ് ഇത് ഫിറ്റ് ചെയ്യേണ്ടത് വിധട്ടോ. അപ്പൊ ഇങ്ങനെ റേറ്റ് അറിയണ്ടേ. അപ്പൊ ടൊയോട്ട എത്തിയോസിന്റെ ഈ റെഗുലേറ്റർ അസംബ്ലിക്ക് ഏകദേശം 3500 രൂപ വരുന്നുണ്ട് കേട്ടോ. ഈ അസംബ്ലിക്ക് കേട്ടോ 3500 രൂപ വരുന്നുണ്ട്. അതിന്റെ റേറ്റ് ഇത് വാല്യൂ ആണ് ഇതിൽ കിടക്കുന്നത് കേട്ടോ. അപ്പൊ വാല്യൂവിന്റെ റേറ്റ് ആണ് ഇപ്പൊ ഞാൻ പറഞ്ഞത്. 3500 രൂപ വരുന്നുണ്ട് വാല്യൂവിന്റെ റേറ്റ്. അപ്പൊ ഇത് മാറ്റി വണ്ടി പുറത്തിറങ്ങുമ്പോൾ ഏകദേശം റേറ്റ് തന്നെ ഒരു 3500. ഇതിന് പാർട്സിന് ലേബർ ഒരു 1000, ഒരു 4500, ഏകദേശം ഒരു 5000-ന്റെ ഉള്ളിൽ വരും. കുറച്ച് കൂട്ടി പറഞ്ഞാണ് 5000-ന്റെ ഉള്ളിൽ. 5000 ആവില്ല, 5000-ന്റെ ഉള്ളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയ വ്യത്യാസങ്ങളൊക്കെ വരും കേട്ടോ. അപ്പൊ ഇതാണ് ഇതിന്റെ കംപ്ലൈന്റ്. ഓൾട്ടർനേറ്റ് വർക്ക് ആവാത്തതിന്, ഓൾട്ടർനേറ്റ് ഈ ബ്രഷ് തീർന്നു പോകാത്തത്. ഈ ബ്രഷ് ഇത്രയും നല്ല കേട്ടോ. ഇത് മുകളിലേക്ക് നല്ലപോലെ പൊന്തിരിക്കും. ഇതിപ്പോ നമ്മളെ സെന്റർ ഷട്ടിൽ തട്ടുന്നില്ല, അതുകൊണ്ടാണ് അത് ചാർജ് കയറാത്തത്. ആ വീഡിയോ ഇഷ്ടപ്പെട്ട് ഞാൻ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഒപ്പം സബ്സ്ക്രൈബ് ചെയ്യാൻ മറ്റു വീഡിയോയിൽ വീണ്ടും കാണാം.